നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇന്ന് FC ബാഴ്സലോണ കളിക്കാൻ ഇറങ്ങിയാണല്ലോ. രാത്രി ഇന്ത്യൻ സമയം 8:45 മയോർക്കയ്ക്കെതിരെയുള്ള കളി. ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്നാം സ്ഥാനത്താണെങ്കിലും റയലുമായിട്ട് ഒറ്റ പോയിൻ്റ് മാത്രം ലീഡേ ഉള്ളൂ. അപ്പോൾ അതവർക്ക് സംരക്ഷിച്ച് നിർത്തണം. ഇനിയൊരു കാലിടറിൽ ഒട്ടും ചിന്തിക്കാൻ പോലും കഴിയില്ല. മയോർക്ക ആവട്ടെ 14-ാം സ്ഥാനത്താണ്. സോ ബാഴ്സയ്ക്ക് അനായാസം ജയിച്ച് കയറാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബാഴ്സയ്ക്ക് സൂപ്പർ താരം റാഫീഞ്ഞയെ ഈ കളിയിലും മിസ് ചെയ്യും. അപ്പോൾ എങ്ങനെയുള്ളൊരു 11നെയും കൊണ്ടായിരിക്കും ഹൻസി ഫ്ലിക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. കാറ്റലൻ മാധ്യമം മുണ്ടോ ഡിപ്പോർട്ടിവോ പറയുന്നത് ബാഴ്സയുടെ ലൈനപ്പ് ഇങ്ങനെയാവും. ഗോൾ കീപ്പറായിട്ട് ജോയൻ ഗാർഷ്യ, ഡിഫൻസിൽ കൂണ്ടയും കുബാർസിയും എറിക് ഗാർഷ്യയും ബാൽഡയും ഉണ്ടാകും. പിന്നെ കെസാഡോ, ഡിയോങ്, ഫെർമിൻ എന്നിവർ മധ്യനിരയിലുണ്ടാവും. ലാമിനെ യമാലും ഫെറാനും റാഷ്ഫോർഡും ചേർന്നുകൊണ്ട് അവരുടെ മുന്നേറ്റങ്ങൾ നയിക്കും എന്നുമാണ് ഇപ്പോൾ മുണ്ടോ ഡിപ്പോർട്ടിവോയുടെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. ഏതായാലും ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം മികച്ചൊരു വിജയം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിന്ന് സാധിച്ചെടുക്കുമെന്ന് കരുതുന്നു. കാരണം ഇപ്പോൾ കഴിഞ്ഞ കളിയിലൊക്കെ ബാഴ്സലോണ വിജയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും നിരവധി അവസരങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഗോളുകൾ വരുന്നില്ല എന്നുള്ളൊരു വിമർശനമുണ്ട്. അത് ഇന്ന് തീർക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ചില മാധ്യമങ്ങൾ, ഇപ്പോൾ സ്പോർട്ടിനെ പോലുള്ള ചില മാധ്യമങ്ങളൊക്കെ പറയുന്നത് എഗെയിൻസ്റ്റ് മയോർക്ക ഹൻസി ഫ്ലിക്ക് വിൽ പ്ലേ ദി മെയിൻ സ്റ്റാർട്ടിംഗ് 11 വിത്ത് 1 or 2 സർപ്രൈസ് ആണ്. 1-2 സർപ്രൈസ് എൻട്രികൾ ഇന്നത്തെ പ്ലേയിങ് ലെവലിൽ ഉണ്ടായേക്കാമെന്നാണ് സ്പോർട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും കാത്തിരിക്കാം ഇന്നത്തെ മത്സരത്തിനായി, ബാഴ്സയുടെ വിജയത്തിനായി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൽ എത്താം.